രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർച്ച് 16-നാണ് തെരഞ്ഞെടുപ്പ്. 10 സംസ്ഥാനങ്ങളിലെ 37 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. YS അഭിനന്ദ് വിശദാംശങ്ങൾ നൽകും. YS അഭിനന്ദ്, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ശ്രുതി, 2026 ഏപ്രിൽ, അതായത് ഈ വർഷം ഏപ്രിൽ അവസാനത്തോടുകൂടി 37 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർച്ച് 16-ന് തിരഞ്ഞെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മാർച്ച് 5 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മാർച്ച് 6-ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാർച്ച് 8-നായിരിക്കും അന്തിമ പട്ടിക ഇതുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരിക്കുക. ഫെബ്രുവരി 16-നായിരിക്കും വിജ്ഞാപനം പുറത്തിറക്കുക. 37 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട രാജ്യസഭാ സീറ്റുകളാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, ബംഗാൾ, അസം, ഹരിയാന, ബീഹാർ, ഹിമാചൽ പ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ ഇതിന് ആകെ വരുന്ന 37 സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം, അതായത് ഫെബ്രുവരി 16-ന് തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കും. മാർച്ച് 5-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മാർച്ച് 16-ന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രുതി.